സ്റ്റാഫ് കുട്ടികളൊക്കെ ഇരുന്ന് പാക്ക് ചെയ്യുന്ന ഒരു സ്പേസ്. സ്ഥിരം ഓർഡർ പോകുന്ന ചില ഐറ്റംസ് ഉണ്ട്. അതാണ് ഇവിടെ ഈ റൂമിൽ വെച്ചത്. 2 മണിക്ക് 3 മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. ഒക്കെ രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിയ കൃഷ്ണയുടെ O by OC എല്ലാവർക്കും കണ്ട് സുപരിചിതമായ ഒരു പേരും സ്ഥാപനമൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ അതിന് പബ്ലിസിറ്റി കിട്ടാനില്ല. O by OC ഇപ്പോൾ ഫുൾ എവിടെ നോക്കിയാലും അതാണ്. 69 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. തട്ടിപ്പ് നടത്തിയത് 3 പെൺകുട്ടികൾ, അതായത് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന 3 പെൺകുട്ടികൾ. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുവിധപ്പെട്ട ഒരുപാട് പേര് അവർക്ക് സപ്പോർട്ടായിട്ടൊക്കെ വന്നു. കാര്യം കൃഷ്ണകുമാറിനെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേട്ടോ. കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയം, പിന്നെ ചില കാര്യങ്ങളിലുള്ള അവരുടെ മക്കളുടെ ആയാലും വൈഫിൻ്റെയൊക്കെ ആയാലും സ്റ്റേറ്റ്മെൻറ്റുകൾ, അതോടൊക്കെ കൊണ്ട് ഒരുപാട് പേര് അവർക്ക് എതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എങ്ങനെ അവരെ തേജോവധം ചെയ്യണം എന്ന് കരുതിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് വേറെ. ഇപ്പം ഇതിനകത്ത് 3 പെൺകുട്ടികളാണ് ഉള്ളത്. ഇവർ 3 പേരും പറയുന്നത് നമ്മളെല്ലാവരും ഡെയിലി മാധ്യമങ്ങളിലൂടെ കണ്ട കാര്യങ്ങളാണ്. അതിൽ ഈ 3 പെരുങ്കള്ളികൾ, അങ്ങനെ വേണം നമുക്ക് പറയാം. അത്രമാത്രം ഈ അഡ്വക്കേറ്റ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണെങ്കിൽ ഒട്ടും തെറ്റാ. നമ്മളുടെ ദൃശ്യ സിനിമയിൽ ആഗസ്റ്റ് 1 നിങ്ങൾ എവിടെ ആയിരുന്നു, അതിവിടെയായിരുന്നു എന്ന് പറയുന്ന പോലെ കറക്റ്റ് അല്ല, തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ വക്കീൽ അല്ലെങ്കിൽ നിയമ അറിയാവുന്ന ആരുടെയൊക്കെയോ പൂർണ്ണ പിന്തുണ ഇവർക്കുണ്ട്. കാര്യം അതാണ് ഇവരെല്ലാം പിടിച്ച് നിൽക്കുന്നത്. എന്തായാലും അതിൽ ഒരു പെൺകുട്ടിയുടെ അയൽവാസിയുടെ ഒരു വോയിസ് ക്ലിപ്പുണ്ട്, നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വിനിത എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ഇവർക്ക് ഒരു 10 ലക്ഷം രൂപയോളം കടം ഉണ്ടായിരുന്നു. പക്ഷെ ആ കടമൊക്കെ തീർത്തിട്ടുമുണ്ട്. പിന്നെ കുറെ സ്വർണം ബാങ്കിലുണ്ടായിരുന്നു. ആ സ്വർണങ്ങളൊക്കെ ഇവരെടുത്തു. പിന്നെ ഇവർ അച്ഛന് തന്നെ കുറച്ച് സ്വർണം ഇവർ വാങ്ങിക്കൊടുത്തു. നിങ്ങൾ എന്തായാലും അതിൽ ഇത്ര പെട്ടെന്ന് ഒരു സാധാരണക്കാർക്ക് ഇങ്ങനെയാണ് 1 വർഷം കൊണ്ട് തന്നെ കടങ്ങളൊക്കെ തീർക്കാനും പണയം വെച്ചിരിക്കുന്ന ഗോൾഡ് ലോണൊക്കെ മൊത്തത്തിൽ തിരിച്ചെടുക്കാനും ഇപ്പോഴത്തെ സ്വർണ്ണവില വെച്ച് സാധാരണക്കാരായ അവർക്ക് എങ്ങനെ സാധിക്കും? സ്വന്തം അമ്മയ്ക്കും അച്ഛനൊക്കെ ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കാനൊക്കെ എങ്ങനെ സാധിക്കും? ഇങ്ങനെയും സാധിക്കുള്ളൂ അല്ലേ? ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴാണ്, അതായത് ഇവരിപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായി. അല്ലെങ്കിൽ കുറച്ച് നാളുടെ കഴിഞ്ഞെങ്കിൽ ആ കടയോടുകൂടി അവർ ഭൂമിക്ക് അടിയിലാക്കിയതിന് ശേഷം ഇങ്ങനൊരു കട ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാണ് ഇവർ. അതേപോലത്തെ പെരുങ്കള്ളികൾ തന്നെയാണ് കേട്ടോ ഇവർ. എന്തായാലും അതിൽ ഒരു പെൺകുട്ടി പറയുന്നുണ്ടല്ലോ, തൻ്റെ ബ്രദർ അബ്രോഡിലാണ്. എൻ്റെ ബ്രദർ എനിക്ക് ഒരു ദിവസം ഒരു മാസം 1 ലക്ഷം രൂപ, ഒരു മാസം ചിലപ്പോൾ 2 ലക്ഷം രൂപ, ചിലപ്പോൾ 1.5 ലക്ഷം രൂപയൊക്കെ അയച്ചിരുന്നു. ഇത്രയും എമൗണ്ടൊക്കെ വീട്ടിൽ മന്ത്ലി കിട്ടുന്ന ആളുകൾ ഇങ്ങനെയുള്ള ജോലിക്ക്, അതായത് ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുമാത്രമല്ല ഇവർ പറയുന്ന ദിയ അവരെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ഒരു ഡോഗിനെ പോലെയാണെന്നൊക്കെയാണ് പറയുന്നത്. ജാതി പറഞ്ഞ് അധിക്ഷേപിക്കാറുണ്ട്. പിന്നെ ദിയയുടെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. എന്തായാലും ആ പെൺകുട്ടി പറയുന്ന ആ ഒരു ക്ലിപ്പിങ്ങോടെ നമുക്കത് കേട്ടിട്ട് വരാം. ഇത്രയും പേയ്മെൻ്റ് ഒക്കെ വന്നുകൊണ്ട് നിൻ്റെ ചേട്ടൻ എന്തിനാണ് നിനക്ക് ഇത്രയും ക്യാഷ് ഒക്കെ അയച്ചു തരുന്നത്? എൻ്റെ ചേട്ടൻ അബ്രോഡാണ്. ഒരു മന്ത്ലി ചിലപ്പോൾ 1 ലാക്ക്, അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ, ചിലപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാനുണ്ട്. കൂടുതൽ ക്യാഷ് കിട്ടുന്നതനുസരിച്ച് കൂടുതലാണെങ്കിൽ മാത്രം 2 ലക്ഷം പണം വരുന്നതിനെ പോലും മറ്റൊരു തരത്തിലേക്ക് അവർ വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ച് എന്താണ് പറഞ്ഞത്? എന്തായാലും നീ സെക്സ് റാക്കറ്റിലുള്ള ആളാണോ അങ്ങനെയൊക്കെ കേട്ടല്ലോ നിങ്ങൾ. ഈ ലക്ഷങ്ങളൊക്കെ അബ്രോഡിൽ പോയാൽ ഇങ്ങനെ മന്ത്ലി ഒക്കെ ലക്ഷങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് അയച്ചു തരാൻ പറ്റുന്ന ജോബൊക്കെ എന്താണെന്ന് ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. കാര്യം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരുണ്ട്, ജോലിയൊക്കെ നാട്ടിൽ കിട്ടാത്തവരുണ്ട്. അവർക്കൊക്കെ ഒരു സഹായകമാവും. എന്തായാലും ആ ഒരു അയൽവാസിയുടെ ഒരു വോയിസ് ക്ലിപ്പോടുണ്ട്, അതോടെ കേൾക്കാം നമുക്ക്. പറഞ്ഞില്ലേ ഗൾഫിലാണ് അവരെ ചേട്ടനെന്ന്. ആ കുട്ടിയുടെ ചേട്ടൻ പഠിക്കാനാ പോയത്, അത് ലണ്ടനിൽ പഠിക്കാനാ പോയിരിക്കുന്നത്. അപ്പൊ 3 വർഷത്തെ കോഴ്സ് ഉണ്ട്. പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ 2 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുമോ? അതിലൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അത്രയും കിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ നന്നായിട്ട് ഇവര് ഈ കടയിൽ നിന്ന് തന്നെ ഒത്തിരി പൈസ എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് 1 വർഷം കൊണ്ട് ഇത്ര കടങ്ങളും തീർക്കാൻ പറ്റി, ഇത്ര സ്വർണങ്ങളൊക്കെ തിരിച്ചു എടുക്കാൻ പറ്റുന്നത് വല്ലാത്തൊരു സംശയമുള്ള കാര്യമാണ്. ഒരു കുട്ടിയുടെ ചേട്ടൻ ലണ്ടനിലാണെന്ന് പറഞ്ഞില്ലേ, അവര് ഒരു വീട് വെക്കുന്നെന്നാ പറഞ്ഞത്. അപ്പൊ ആ വീട്ടിലെ പണിയൊക്കെ തീർന്നു. കേട്ടല്ലോ നിങ്ങൾ അയാൾ പറയുന്നത്.
അവർ ലണ്ടനിലാണ് പോയിരിക്കുന്നത്. അവിടെ ഒരു ജോബ് ആദ്യം പഠിക്കാനായിട്ടാണ് പോയത്. പഠിക്കാൻ പോകുന്നവരെല്ലാം അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യാറുണ്ടല്ലോ. ഈ പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോൾ ഇത്രയും എമൗണ്ടൊക്കെ കിട്ടൂലേ. എന്നാൽ പിന്നെ വരുമ്പോൾ കോടീശ്വരനായിട്ടൊക്കെ ആയിരിക്കും നാട്ടിൽ വരുന്നതിൽ ഇത്രയും എമൗണ്ട് നാട്ടിലേക്ക് അയക്കാനും സേവ് ചെയ്യാനും ഒക്കെ കിട്ടുമെങ്കിൽ. എന്തായാലും ഇതൊക്കെയാണ് ഇവർ പറഞ്ഞ് ഒപ്പിച്ച് വെക്കുന്നത്. ഇതൊക്കെ കറക്റ്റായിട്ട് തത്തമേ പൂച്ചയാണ് പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇതെല്ലാം. എന്തായാലും ഇതിൽ മറ്റൊരു വിരുദ്ധയുണ്ടല്ലോ, അതായത് അശ്വിൻ എന്നെ വിളിച്ച് രാത്രിയിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കും, ഒരു പൂവാലനാണെന്നൊക്കെ പറയാം. അതുകൂടെ നമുക്കത് കേട്ട് വരാം. 2 മണിക്കൊക്കെ വിളിക്കും. എന്താ വിളിച്ചിട്ട് എന്താ പറയാ? ആ പ്രോഡക്റ്റ് ആ സമയത്ത് കൊടുക്കണം, ഈ സമയത്തൊക്കെ കൊടുക്കണം. രാത്രിയിലും വിളിച്ചുകൊണ്ടേയിരിക്കും. രാത്രി വിളിച്ചില്ലെങ്കിൽ രാവിലെ വഴക്കുണ്ടാക്കും. പെൺകുട്ടികളുടെ നമ്പറിൽ രാത്രി 2 മണിക്കും 3 മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും പെൺകുട്ടികളെ ഇപ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരെ വിളിക്കട്ടെ, അതുപോലെ അവർക്ക് ക്ഷമയില്ല. അവർക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇന്ന് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായിരുന്നു. വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശം. വളരെ മോശമായിട്ടാണല്ലേ അശ്വിൻ പെരുമാറുന്നത്? വളരെ മോശമായിട്ടെന്നല്ല പറയേണ്ടത്. രാത്രിയിലൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് വളരെ മോശമാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ആ ഒരു രീതിയിലാണ് അവരുടെ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താ പ്രിപ്പറേഷൻ, അതായത് പ്രിപ്പേർഡാണ്, ഫുൾ പ്രിപ്പേർഡാണ്. എന്ത് ചോദിച്ചാലും ഇതാണ് എൻ്റെ ഉത്തരം. ഇവരാദ്യം ഒരു ചുരുപ്പ് ചീട്ട് അങ്ങനെയല്ലേ പറയുന്നതാണ് എടുത്തിട്ട് നോക്കി, ജാതി ഞങ്ങളെ ജാതിപരമായിട്ട് അപമാനിച്ചു, അതാണ് ഇതാണ്. അപ്പോഴത്തേക്കിന് പുറത്തു വന്നത് ചാറ്റ് കാണിക്കാൻ പറഞ്ഞപ്പോൾ കാണിക്കാനില്ല. അത് മാത്രമല്ല നമ്മുടെ ദിയയുടെ വളകാപ്പ് ചടങ്ങിലൊക്കെ ഇവർ വന്ന് സജീവമായി പങ്കെടുത്തതിനെ കുറിച്ചൊക്കെ ഉള്ള ക്ലിപ്പിങ്ങൊക്കെ പുറത്തായി. അപ്പോഴത്തേക്ക് ഇതങ്ങ് പൊളിഞ്ഞുപോയി. പിന്നെ ജാതിയും കളഞ്ഞു. നമ്മുടെ കൃഷ്ണകുമാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മറ്റേത് മറിച്ചിരുന്നൊക്കെയാണ് പിന്നെ പറഞ്ഞത്. അതും വിട്ടിട്ട് ഇപ്പോൾ അശ്വിനെ പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അശ്വിനാണ് പൂവാല്. അപ്പോൾ അശ്വിനെ കുറിച്ച് പറഞ്ഞ ഈ ഒരു കമൻറ്റിന് നമ്മുടെ ദിയ പറഞ്ഞ കുറച്ച് ഡയലോഗുകളുണ്ട്. അവന് തള്ളുവണ്ടി ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം, റോഡ് റോയ്സ് ആണ് അവ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ ബിരിയാണിയാണ് അവൻ സ്ഥിരം കഴിക്കുന്നത്, അല്ലാതെ അവന് മണ്ണ് വാരി തിന്നേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറയിച്ചതല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കേ. ഇത്രയും അതിൻ്റെ മീനിങ്സ് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ഞാനിവിടെ പിൻ ചെയ്തേക്കാം ആ ഒരു കമൻറ്റുകൾ. അതാണിപ്പോൾ സോഷ്യൽ മീഡിയ ഫുള്ള് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പിക്കാണ് നമ്മൾ കാണുന്നത് കേട്ടോ. പക്ഷേ ഇവളുമാരെയൊക്കെ സത്യം പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യേണ്ട ഈ രീതിയിലല്ല സത്യം പറഞ്ഞാൽ. ഇതിൽ ഇവളുമാർ പറഞ്ഞല്ലോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങളെ ഞങ്ങളെ അങ്ങനെ ചെയ്തു, ഞങ്ങളെ ഇങ്ങനെ ചെയ്തു എന്ന്. ഇത്ര ലക്ഷം രൂപ മോഷ്ടിച്ച് ഇവരെയൊക്കെ പിടിച്ച് ഉമ്മ നോക്കാൻ പറ്റൂ? പിന്നെ ഇവർ സത്യം പറഞ്ഞാൽ ദിയയും കൃഷ്ണകുമാറും ഫാമിലിയും ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അല്ലേ. ഇത്രയും നാളും ഫാമിലി മെമ്പേഴ്സായിട്ട് ആണെന്ന് കരുതി കൂടെ കൊണ്ട് നടന്നവരായതുകൊണ്ടും ആയിരിക്കണം അവർ കുറച്ച് നല്ല സോഫ്റ്റായിട്ട് ഇടപഴകിയത്. അതാണ് ഇവളുമാർക്ക് ഇത്ര അഹങ്കാരമായത്. ഇവളുമാർ പറയുന്നുണ്ടല്ലോ ഞങ്ങളെ ആസ് എ ഡോഗായിട്ടൊക്കെയാണ് ട്രീറ്റ് ചെയ്തതെന്ന്. അത് നമുക്ക് ആ ഡോഗായിട്ട് ട്രീറ്റ് ചെയ്തതിൻ്റെ കുറച്ച് പിക്കാണ്. അതായത് ദിയയുടെ വളകാപ്പ് ചടങ്ങിൽ ഇവരെൻ്റെ ഓബയോസിൽ വർക്ക് ചെയ്യുന്നവരാണ്, അങ്ങനെ അതും എവിടെയെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ പറഞ്ഞിട്ട് അന്വേഷിക്കുന്നതും വളയിട്ട് കൊടുക്കുന്നതും ഒക്കെ ഉള്ള കുറച്ച് പിക്ക് ദിയ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദിയ അതൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. സംസാരിക്കുന്നതോട് നമ്മൾ എത്ര തന്നെ ചെയ്താലും നമ്മളിങ്ങനെ ദിയക്കെന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം. അങ്ങനെ നിൽക്കണം ഒരാൾ. ദിയ എന്ത് പറയുന്നു അത് മാത്രം കേൾക്കുക. നമുക്കൊരു തിരിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ ദിയയുടെ അടുത്ത് പാടില്ല. ദിയ എന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ദിയയുടെ കൂടെ മൂവ് ചെയ്യുക, വേറെ ഒന്നും. സ്വന്തം സഹോദരിമാരെ പോലെയാണ് ദിയ അവരെ കണ്ടതെന്നാണ് ദിയ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഈ വളകാപ്പ് ചടങ്ങ് കാണുമ്പോഴൊക്കെ നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ. എന്നുവെച്ചാൽ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ ദിയ ഈ ഒരു ഫംഗ്ഷന് വിളിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇവരവരെ ഏറ്റവും അടുത്ത് ഇൻറ്റിമേറ്റ് ആണല്ലോ. അപ്പോൾ അത്ര അടുത്ത ആളുകളായിട്ട് കണ്ടിട്ട് അതുകൊണ്ടായിരിക്കണമല്ലോ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇത്രയും എമൗണ്ട് പോകുന്നത് പോലും ഇവർ അറിയാതെ പോലും തൻ്റെ സ്ഥാപനം അവരുടെ കയ്യിൽ, അവരെ 3 പേരുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് കരുതിയിട്ടായിരിക്കണമല്ലോ. ദിയയുടെ ആ ഒരു സത്യസന്ധതയും സ്നേഹമൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇനിയെങ്കിലും ദിയ എന്ത് ചെയ്യണം, പുതിയൊരു
എന്തായാലും ഈ ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമല്ലോ. പുതിയ സ്റ്റാഫുകളെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവർ സ്റ്റാഫാണ് എന്നുള്ള ഇതിൽ നിൽക്കുക. മുതലാളിയും തൊഴിലാളിയായിട്ട് തന്നെ നിൽക്കുക. കാര്യം അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും എല്ലാവരും ഫ്രണ്ട്ലി അപ്രോച്ചിൽ പോകണം. പക്ഷെ ഒരു വട്ടം നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടായി. ഇനിയും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇതുപോലെ തന്നെ, അതായത് ശക്തമായിട്ട് നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ട് CCTV ഒക്കെ ഡെയിലി ചെക്ക് ചെയ്ത് അക്കൗണ്ട്സ് ഒക്കെ നല്ല ചെക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ഒരാളെ നിർത്തി നല്ലതുപോലെ മുന്നോട്ട് പോവുക. ഈ ദിയ തൻ്റെ സ്ഥാപനം പരിചയപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ കൂടെ, അതായത് മുന്നേ ഇട്ടൊരു വീഡിയോ ആണ്, നമുക്ക് ആ വീഡിയോ കുറച്ച് ഭാഗം കൂടെ കണ്ടിട്ട് വരാം. പ്രൈവറ്റ് സ്പേസ് ആണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റാഫ് കുട്ടികളൊക്കെ ഇരുന്ന് പാക്ക് ചെയ്യുന്ന ഒരു സ്പേസ്. ഇവിടെ നമുക്ക് യൂഷ്വലി സ്ഥിരം ഓർഡർ പോകുന്ന ചില ഐറ്റംസ് ഉണ്ട്. അതാണ് ഇവിടെ ഈ റൂമിൽ വെച്ചത്. അതായത് ഇവർ പാക്ക് ചെയ്യുമ്പോൾ കയ്യത്ത ദൂരത്ത് നിന്ന് എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് സ്റ്റോക്കുകളെല്ലാം വെക്കണം. സ്റ്റോക്ക് റൂം ഇപ്പുറത്താണ്. ഇവിടെ സ്മോൾ ബാത്റൂം. ഇത് ബബിൾ റാപ്പ് നോക്കണ്ട, ഇത് എന്റെ അനാഥ കസേരയാണ്. ഇതാണ് ബേസിക്കലി സ്റ്റോക്ക് റൂം ആയിട്ട് വരുന്നത്. ഇതിന് പലതും പല ടൈപ്പ് ഓഫ് ജ്വല്ലറി ഒരുമിച്ചാണ് വെച്ചേക്കുന്നത്. അതായത് ഈ ഒരു റാക്ക് പോയി നിങ്ങൾ നോക്കി തന്നെ കാണാം, ഫുൾ ഓഫ് ബാംഗിൾസ്. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആ ഒരു ഏരിയയിൽ മുഴുവൻ ബ്രൈഡൽ കോമ്പോസ്, ഹാരം, ഇങ്ങനെയുള്ള നീണ്ട ഐറ്റംസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ഒരു ബേസിക്കലി ബിലോ 1000 വോൾട്ട് ഐറ്റംസ്. ആ ഒരു ഏരിയയിൽ ടോപ്പ് ഏരിയ വെച്ചിരിക്കുന്ന കൂടുതലും പ്രീമിയം ഐറ്റംസ് ആണ്. ദാറ്റ് ഇസ് അബൌട്ട് 1500 റേഞ്ചിലുള്ളത് ടു ഒരു 3000 നിങ്ങൾ. അപ്പം ആ സ്റ്റോക്കുകൾ വെച്ചിരിക്കുന്ന റൂമും അവർ പാക്ക് ചെയ്യുന്ന ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. പിന്നെ ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ബാത്റൂം കഴുകാൻ കഴിയുമെങ്കിൽ ഞാൻ കഴുകാൻ തയ്യാറാണ്, ഞാൻ കഴുകിയിട്ടുണ്ട്, തുടയ്ക്കാനുള്ള വെള്ളം വീണ് തുടയ്ക്കണമെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയതെന്നും അവർ 3 പേര് മാത്രമാണ് ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെയാണെങ്കിൽ ആ എമൗണ്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ്, ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഓരോ ബാംഗിൾസ് ആയാലും ബ്രൈഡിൻ്റെയൊക്കെ ഓർണമെൻറ്റ്സിനൊക്കെ നല്ല എമൗണ്ടൊക്കെ ആയിരിക്കുമല്ലോ. ഇതൊക്കെയാണ് അവർ ഇതിലൂടെ അടിച്ചു മാറ്റി ലക്ഷങ്ങൾ സമ്പാദിച്ചത്. നല്ലതുപോലെ സ്റ്റോക്കൊക്കെ അറേഞ്ച് ചെയ്ത് നല്ലപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. അതിനെ അവർ കുഴി തോണ്ടി എന്ന് വേണം പറയാൻ. ആ ഒരു സ്ഥാപനം നശിപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇനിയെങ്കിലും ദിയ ഇതിൽ നിന്ന് പഠിക്കണം. ദിയ ആയാലും ഇപ്പോൾ ദിയെ പോലെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തികളായാലും തൻ്റെ സ്ഥാപനത്തിൽ എത്ര വിശ്വസ്തരാണ് തൻ്റെ കൂടെയുള്ള സബോർഡിനേറ്റ്സ് എന്ന് ആണെങ്കിൽ പോലും അവരെ കണ്ണുടച്ച് വിശ്വസിക്കാതിരിക്കുക. എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് അവരിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്ഥാപനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു അനുഭവമായിട്ട് എടുത്ത് എല്ലാവരും നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.